വാർത്തകളിലേക്ക്. ലക്നൌവിൽ വിമാനത്താവളത്തിൽ വിമാന ദുരന്തം ഒഴിവായത് തലനാരിടയ്ക്ക്. ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ച ഇൻഡിഗോ വിമാനത്തിന് പറന്നുയരാൻ കഴിഞ്ഞില്ല. 151 യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ആന്റണി ജിസ്റ്റോർ ചേരുന്നു വിമാനങ്ങളുമായി. ആന്റണി, എന്താണ് സാങ്കേതിക പ്രശ്നമാണോ? ആന്റണി ജിസ്റ്റോർ അല്പസമയത്തിനുള്ളിൽ തന്നെ വിശദാംശങ്ങളുമായി ചേരും. ഉത്തർപ്രദേശ് ലക്നൌവിലാണ് വിമാന ദുരന്തം തലനാരിടയ്ക്ക് ഒഴിവായത്. ഇൻഡിഗോ വിമാനമാണ്, പറന്നു വരാൻ കഴിഞ്ഞില്ല. അതിനാൽ ടേക്ക് ഓഫ് അബോർട്ട് ചെയ്യുകയായിരുന്നു. എന്താണ് പൈലറ്റിൻ്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ, അല്ലെങ്കിൽ പൈലറ്റ് എന്താണ് അതിൽ പ്രതികരിക്കുന്നത്? 151 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. ആന്റണി ജിസ്റ്റോർ ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, സാങ്കേതിക പ്രശ്നമാണോ? എന്താണ് ലഭിക്കുന്ന വിവരങ്ങൾ? രാവിലെ 11 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡൽഹിയിലേക്ക് പറന്നുയർന്ന ഇൻഡിഗോ വിമാനമാണ്. ഇൻഡിഗോ വിമാനം പറന്നുയരാൻ ശ്രമിക്കുകയായിരുന്നു. റൺവേയിലൂടെ കടന്ന് റൺവേയുടെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ വിമാനത്തിന് ടേക്ക് ഓഫ് ചെയ്യാൻ, അതായത് പറന്നുയരാൻ കഴിഞ്ഞില്ല. ചില സാങ്കേതിക തകരാർ ഈ ഘട്ടത്തിലുണ്ടായി. തുടർന്ന് അപകടം ഒഴിവാക്കാനായി എത്രയും വേഗത്തിൽ തന്നെ പൈലറ്റിന്റെ സംയോജിതമായ ഇടപെടലുണ്ടായി. അങ്ങനെ ബ്രേക്ക് പിടിച്ച വിമാനം നിർത്തുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ ഒരുപക്ഷെ വിമാനം റൺവേക്ക് പുറത്തേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അങ്ങനെയെങ്കിൽ അത് വലിയ ദുരന്തത്തിലേക്ക് നയിക്കും. 151 യാത്രക്കാരാണ് ആ ഘട്ടത്തിൽ വിമാനത്തിൽ ഉണ്ടായിരുന്നത്. സമാജ്വാദി പാർട്ടി MP ആയ ഡിംപിൾ യാദവ് അടക്കമുള്ളവരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത്. ഏതായാലും ഈ കാഴ്ചക്കാരടക്കം പറയുന്നത് ഈ വിമാനം പറന്നുയരാൻ വലിയ രീതിയിൽ പാടുപെടുന്നൊരു കാഴ്ചയാണ് ആ ഘട്ടത്തിൽ കണ്ടത് എന്നുള്ളതാണ്. ഏതായാലും പൈലറ്റിന്റെ ഒരു ഇടപെടൽ, സംയോജിതമായ ആ ഇടപെടലാണ് വലിയ ഒരു ദുരന്തം. 151 യാത്രക്കാരുള്ള ഒരു വിമാനത്തിന് അപകടത്തിൽ നിന്ന് രക്ഷിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ രാവിലെ 11 മണിക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഡൽഹിയിലേക്കാണ് വിമാനം പോകാൻ വേണ്ടിയിരുന്നത്. തുടർന്ന് യാത്രക്കാരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. സമാനമായി നേരത്തെയും ഇൻഡിഗോ വിമാനത്തിന് ഈ സാങ്കേതിക തകരാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് അബുദാബിയിലേക്ക് പോയ ഇൻഡിഗോ വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ ഇറക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയ ഒരു അപകടം ഒഴിഞ്ഞിരിക്കുന്നു. തലനാരിടയ്ക്കാണ് അപകടം ഒഴിഞ്ഞിരിക്കുന്നത്. അത് പൈലറ്റിന്റെ കൃത്യമായ ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത്. ആന്റണി, സാധാരണ നിലയിൽ ഈ കാലപ്പഴക്കം ചെന്ന വിമാനങ്ങൾക്കൊക്കെ ഇത്തരത്തിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ നേരിടാറുണ്ട്. സാധാരണ അതിൻ്റെ ത്രസ്റ്റ് കൃത്യമായി പ്രവർത്തിക്കാത്തതാണ് ഈ ഇത്തരത്തിൽ പറന്നു പോകാൻ സാധിക്കാത്തത്. വിമാനങ്ങൾക്കൊക്കെ അത്തരത്തിലാണ്. അപ്പോൾ ഈ കാലപ്പഴക്കമൊക്കെ എപ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കൊക്കെ നയിക്കാറുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പ്രതികരണം ഇപ്പോൾ ഇൻഡിഗോ വിമാന അധികൃതരുടെ ഭാഗത്തു നിന്നും, വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും വരുന്നുണ്ടോ? കാരണം നേരത്തെയും ഇൻഡിഗോയെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ഇത്തരത്തിലുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങളൊക്കെ നേരത്തെയും ചില വിമാനങ്ങൾക്കൊക്കെ നേരിട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രതികരണങ്ങളൊക്കെ ലഭിച്ചോ? തരത്തിലുള്ള പ്രതികരണങ്ങളോ അല്ലെങ്കിൽ എന്താണ് വിമാനത്തിന് സംഭവിച്ചത്, എന്ത് സാങ്കേതിക തകരാറാണ് ഉണ്ടായതെന്നുള്ള കാര്യത്തിൽ ഇൻഡിഗോ ഭാഗത്ത് നിന്ന് വിശദീകരണം ഉണ്ടായിട്ടില്ല. ഏതായാലും ഇന്നലെ നടന്ന സംഭവം ഇന്നാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അല്പസമയം മുമ്പാണ് ഈ വാർത്ത തന്നെ പുറത്തേക്ക് വരുന്നത്. ഏതായാലും ഇക്കാര്യത്തിൽ ഇൻഡിഗോയുടെ പ്രതികരണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും യാത്രക്കാരെയൊക്കെ സുരക്ഷിതരായി മാറ്റാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അവരെ മറ്റൊരു വിമാനത്തിൽ ഡൽഹിയിലേക്ക് അയക്കുകയും ചെയ്തു. ഏതായാലും ഈ ബാക്കി വിവരങ്ങൾ, എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യങ്ങളിൽ ഇൻഡിഗോയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ലഭ്യമാകേണ്ടതുണ്ട്. ശരി, ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്. ലക്നൌവിലാണ് വിമാന ദുരന്തം തലനാരിടയ്ക്ക് ഒഴിവായത്. ഇന്നലെ നടന്ന സംഭവമാണ്. ഇന്നാണ് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ പുറത്തു വരുന്നത്. ഈ ഒരു വാർത്ത പുറത്തു വരുന്നത് തന്നെ അല്പസമയം മുമ്പാണ്. ടേക്ക് ഓഫ് ചെയ്യാൻ ശ്രമിച്ച ഇൻഡിഗോ വിമാനത്തിന് പറന്നുവരാൻ സാധിക്കാത്തത് കൊണ്ട് ആ വിമാനം സമയോചിതമായി ഇടപെട്ട് പൈലറ്റ് ഇറക്കുകയായിരുന്നു. അത്തരത്തിൽ പറന്നുയരാൻ സാധിച്ചില്ല. പറന്നുയർന്നിരുന്നതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള സാങ്കേതിക തടസ്സങ്ങളൊക്കെ നേരിട്ടതെങ്കിൽ മറ്റൊരു വിമാന ദുരന്തം കൂടി നമുക്ക് കാണേണ്ടി വന്നതിന്. എന്തായാലും അതിലേക്കൊന്നും എത്തിയില്ല. 151 യാത്രക്കാരായിരുന്നു ആ ഒരു വിമാനത്തിലുണ്ടായിരുന്നത്. അത്യാവശ്യം വലിയ വിമാനം തന്നെയായിരുന്നു. 151 യാത്രക്കാരെയും കൊണ്ട് ഡൽഹിയിലേക്ക് പറക്കാൻ തുടങ്ങിയ വിമാനത്തിനാണ് ഇത്തരത്തിലൊരു സാങ്കേതിക പ്രശ്നം നേരിട്ടത്. എന്നാൽ അതിനെ സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളൊന്നും വിമാന കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെയും ഉണ്ടായിട്ടില്ല. ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.